ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിത്തൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. കൊല്ലം ജില്ലയിലെ അതിപ്രശസ്തമായ കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതും അവിടുത്തെ ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകളുമാണ് ഇന്നത്തെ വ്ളോഗിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഗായ്സ്, ഞാനും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് സ്കൂട്ടിയിലാണ് പോയത്. പക്ഷെ പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. മുകളിൽ നിന്ന് പ്രകാശം ഇങ്ങനെ താഴോട്ട് വരുന്ന ഒരു നല്ല രസമായിരുന്നു അത്. പക്ഷേ അത് വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല, ഡയറക്റ്റ് കാണുമ്പോൾ ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഈ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 46 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. എന്തോ ഗൈസ്, പോകുന്ന വഴിക്ക് നല്ലൊരു വൈബായിരുന്നു. പോകുന്ന വഴിക്ക് 2 സൈഡിലും കാടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ വനം വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇവിടെ ഒരു മയിൽ നിൽപ്പുണ്ടായിരുന്നു. നോക്കൂ, ജസ്റ്റ് കാണാൻ പറ്റും. നമ്മൾ പോകുമ്പോൾ ഈ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തു. കാരണം 2 സൈഡും ഈ വനത്തിൻ്റെ ഇതായതുകൊണ്ട് തന്നെ, അതുപോലെ മഴയുടെ ഒരു സീസണും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. ഈ നല്ല റോഡ് കണ്ടപ്പോൾ എനിക്കും ഒന്ന് വണ്ടി ഓട്ടിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ മാറിയും തിരിഞ്ഞുമാണ് ഡ്രൈവ് ചെയ്തത്. ഈ 2 സൈഡുള്ള മരങ്ങൾ കംപ്ലീറ്റ് തേക്കാണ് കൂടുതലും കാണുന്നത്. പിന്നെ ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ ഇതിലാണ് വരുന്നത്. അവർ ഫോറസ്റ്റിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഈ കാണുന്ന പാലത്തിൽ കൂടെ വേണം കടന്നു പോകാൻ. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് മീനൂട്ട് എന്നുള്ളൊരു വഴിപാടാണ്. അതായത് ഇവിടുത്തെ മീനുകൾക്ക് പൊരിയും അരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നൊരു വഴിപാടാണത്. ഈ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങളെ തിരുമക്കളെന്നാണ് അറിയപ്പെടുന്നത്. ഗൈസ്, ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് കല്ലടയാർ ഒഴുകുന്നത്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒന്നാമത്തേതെന്ന് കരുതപ്പെടുന്നതാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ ശ്രീധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവ ക്ഷേത്രവും കൂടിയാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ് മീനൂട്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, പ്രത്യേകിച്ചും ത്വക്ക് രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഈ മീനൂട്ടിലൂടെ നമുക്ക് മാറിക്കിട്ടുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. പിന്നെ വേറൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരൊക്കെ ഇവിടെ വന്ന് തൊഴുതിട്ട് ശബരിമലയിലേക്ക് പോകുന്നു എന്നും പറയാറുണ്ട്. ഇവിടുത്തെ മീനൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളെടുത്തില്ല, കാരണം ഞങ്ങൾക്ക് മീനിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഈ മഴ ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനുകളെയൊന്നും പൊങ്ങി കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഗൈസ്, ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ മീനിന് വഴിപാടായിട്ട് കൊടുക്കുന്ന പൊരിയും അരിയൊക്കെ കിട്ടുന്ന സ്ഥലമാണിത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്